എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 24-ാം വാക്യം. യിരെമ്യാവ് 9:24. പ്രശംസിക്കുന്നവനോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ച് അറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തെ വ്യത്യസ്തമായ രീതിയിൽ അനുഭവിച്ച് അറിയുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. നോട്ടത്തിലും തൊട്ടറിവിലും കേൾവിയിലും കാഴ്ചയിലും ഒക്കെ ദൈവത്തെ അറിഞ്ഞ ധാരാളം ആളുകൾ. അപ്പോൾ ഈ അറിവ് എന്തിനുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക എന്ന് ഇന്നത്തെ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വലിയവനായ ദൈവത്തെ ആഗ്രഹിക്കുന്നതും അറിയുന്നതും ജീവിതത്തിലെ പരമഭാഗ്യമായ അവസ്ഥയാണ്. ഈ നശ്വരമായ ലോകത്തിൽ എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ അതിൽ മാത്രമേ ഉള്ളൂ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന് ജഡികമായി പ്രശംസിക്കാൻ ധാരാളമുണ്ടായിരുന്നു. എങ്കിലും അവയെല്ലാം ഛേദമെന്ന് എണ്ണി എന്ന് തിരുവചനത്തിൽ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. അവന് ജീവിതത്തിൽ പ്രശംസിക്കാൻ കർത്താവായ ക്രിസ്തുവിൻ്റെ ക്രൂശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പ്രശംസിക്കാനുള്ളതാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, ഈ അറിവ് നേടാൻ നമ്മൾ ഉത്സാഹിക്കണം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നു, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കാം. അവിടുന്ന് ഉദിച്ചു വരുന്ന പ്രഭാതം പോലെ നിശ്ചയമായും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. രാത്രിയിലെ കൂരിരുട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഒരുക്കപ്പെട്ടതും ശോഭയേറിയതുമായ ഒരു ഉഷസ് ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ തന്നെ നമ്മുടെ അന്ധകാര നിമിഷങ്ങളെ ശോഭയേറിയവയാക്കാൻ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് ഈ വലിയ ദൈവത്തെ അറിവാൻ നാം മനസ്സുവെച്ച് ഉത്സാഹിക്കണം. മറ്റൊരു കാര്യം, ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സ്വാതന്ത്ര്യം വരുത്തുന്ന അറിവാണ്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. യോഹന്നാൻ 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ. അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്നത് ഒരാരംഭമാണ്. പിന്നീട് ആ വിശ്വാസത്തിലും വചനത്തിലും നിലനിൽക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നാം ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി തീരാൻ സാധിക്കുകയുള്ളൂ. ആ അറിവിൽ നിലനിൽക്കും തോറും നാം കൂടുതൽ കൂടുതൽ പ്രകാശത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടും. ആത്മീയമായി പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്ന നമ്മെ അവിടുന്ന് സ്വതന്ത്രരാക്കി. എങ്കിലും മാനസികമായും ബുദ്ധിപരമായും ജഡികമായും ഇന്നും അനേകർ അടിമത്തത്തിലാണ്. എല്ലാ തലത്തിലും പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച് അനുഗ്രഹീത വ്യക്തിത്വം പ്രാപിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് അവിടുന്ന് വെച്ച ഉപാധി അവിടുത്തെ വചനത്തിൽ നിലനിൽക്കുക എന്നതാണ്. അവിടുത്തെ വചനത്തിലെ പാലും പിന്നീട് കട്ടിയായ ആഹാരവും ഭക്ഷിച്ച് ബലപ്പെട്ട് വളരേണ്ടിയിരിക്കുന്നു. ദൈവവചനം അറിയണം, അതിൽ നിലനിൽക്കണം. വചനത്തിലെ അറിവാണ് ഒന്നാമത്തെ കാര്യം. ആ അറിവിൽ നിലനിൽക്കുന്ന അനുഭവം രണ്ടാമത്തെ ഭാഗമാണ്. ആ അറിവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് മൂന്നാമത്തെ പടിയാണ്. ഇങ്ങനെ പടിപടിയായിട്ടാണ് നാം പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. ഈ അറിവ് നമുക്ക് വലിയ ഉറപ്പ് തരുന്നുണ്ട്. ഇയ്യോബ് 19-ാം അധ്യായത്തിൽ പറയുന്നത്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും എന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ അവനെ കാണും. സകലവും പ്രതികൂലമായപ്പോഴും കൂട്ടുകാർ അകാരണമായി കുറ്റപ്പെടുത്തിയപ്പോഴുമെല്ലാം
ഇയ്യോബ് ഉറച്ചു നിന്നത് ഈ ഒരു ഉറപ്പിൻ്റെ ബലത്തിൽ മാത്രമാണ്. തനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട് എന്ന അറിവ് തന്നെ ധൈര്യപ്പെടുത്തി. തൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം തൻ്റെ കണ്ണുകൊണ്ട് തന്നെ തൻ്റെ വീണ്ടെടുപ്പുകാരനെ ഈ പൊടിമേൽ വെച്ച് തന്നെ കാണും എന്ന് ഉറപ്പിച്ച് പ്രസ്താവിച്ചു. അവൻ വിശ്വസിച്ചതുപോലെ തന്നെ ദൈവം അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. ഇത് നമ്മെ കൂടുതൽ ഉറപ്പിക്കുന്നു. ദൈവത്തെ അറിയുക, ദൈവ വചനത്തിൽ ഉറച്ച് നിൽക്കുക. ഈ അറിവ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്കും പ്രശംസയിലേക്കും നയിക്കുന്ന അറിവാണ്. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഈ തിരുവചനം നമ്മോട് ഇടപെടുന്നത് ദൈവത്തെ അറിയാൻ ധാരാളം മുഖാന്തരങ്ങൾ നമ്മുടെ ആയുസ്സിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. നമുക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവരിലേക്ക് പകരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം ആവശ്യമാണ്. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടുമൊക്കെ ഈ ദൈവ അറിവ് പങ്കുവയ്ക്കുന്ന ഭാഗ്യമുള്ള ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിലും കരുണയിലും അടിയങ്ങളെ ആശ്രയിക്കുന്നു. അങ്ങയെക്കുറിച്ചുള്ള അറിവ് പല മുഖാന്തരങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. അത് പ്രയോജനപ്പെടുത്തുവാനും പകരുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ, ആലോചന നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് നയിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.